നമസ്കാരം. CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചവരാണ് എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. അവരെ തൻ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഷോൾ അണിയിച്ചിരുന്നതായും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുതിർന്ന CPM നേതാവ് ജി സുധാകരനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാള ഹസ്തത്തിലാണ് എന്ന BJPയുടെ കാഴ്ചപ്പാടിനെ ജി സുധാകരൻ അംഗീകരിക്കുന്നുണ്ട്. ഇതാണ് തനിക്ക് മനസ്സിലായത് എന്നും സുധാകരന് ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലെ വീട്ടിൽ പോയാണ് സുധാകരനെ താൻ നേരിൽ കണ്ടത്. വീടിന്റെ ഗേറ്റിലേക്ക് വന്നാണ് സുധാകരൻ സ്വീകരിച്ചത്. അത് BJPക്കുള്ള സ്വീകരണമായിട്ടാണ് താൻ കാണുന്നത് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. KT ജയകൃഷ്ണൻ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടത്തിയ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. ഇത് നടന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ട് ഷോൾ അണിയിക്കുകയും ഏകാത്മ മാനവദർശനം എന്ന പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയുമായി 1 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ എണ്ണി പറഞ്ഞു. മനസ്സുകൊണ്ട് BJPയുടെ അംഗത്വം സ്വീകരിച്ച ആളുകളാണ് ജി സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നതിൽ സംശയമില്ല എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സുധാകരനുമായുള്ള കൂടിക്കാഴ്ച തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇത്ര ലാളിത്യത്തോടെ ഇത്രയും സ്നേഹവും ബഹുമാനവും ആദരവും തന്ന് ഒരു കപ്പ് ചായയും കുടിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ആശയം കൊണ്ട്, അതായത് ജമാഅത്തെ ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ട് അടക്കം ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ രാജ്യത്തിന് അപകടകരമാണ് എന്ന കാഴ്ചപ്പാട് സുധാകരന് ശക്തമായി തന്നെയുണ്ട് എന്ന് വ്യക്തമാണ്. പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയൻ ഉയർത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വാക്കുകൾ വാസ്തവത്തിൽ BJPയുടെ വാക്കുകളും വചനങ്ങളുമാണ്. പിണറായി വിജയൻ ഇക്കാര്യം പറയുന്നതിന് മുൻപ് ഇക്കാര്യം സുധാകരൻ മൗനം കൊണ്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജി സുധാകരനുമായുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു, വളരെ പ്രതീകാത്മകവുമായിരുന്നു. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഞായറാഴ്ച സുധാകരനെ കണ്ടതിനെക്കുറിച്ചും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. സുധാകരൻ ഒരു കാരണവശാലും ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല. കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ അടിമകളായി, രാജ്യദ്രോഹികളുടെ വോട്ട് മേടിച്ച് രാജ്യദ്രോഹികൾക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത്. സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ എന്ന് അറിയില്ല. കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൂടെയാണ്. സുധാകരന് അവിടേക്ക് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. BJP നേതൃത്വം കോൺഗ്രസിനെ പോലെ ആയിരുന്നുവെങ്കിൽ കണ്ണൂരിലെ നേതാവ് EP ജയരാജൻ കട്ടൻ ചായയും പരിപ്പ് വടയും ഉപേക്ഷിച്ച് BJPയുടെ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കാണണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ സഖാവായി കണക്കാക്കുന്ന ജി സുധാകരനെ താൻ വീട്ടിൽ പോയി കണ്ടത് എന്നും ഇക്കാര്യം എടുത്തു പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ് എന്നും പക്ഷെ പറയാതെ നിർവാഹമില്ലെന്നുമാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ BJP ജില്ലാ പ്രസിഡന്റ് ഗോപനും താനും അനുവാദം വാങ്ങിയാണ് BJP തത്വചിന്തയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥമായ ഏകാത്മ മാനവദർശനം എന്ന പുസ്തകം നൽകാൻ സുധാകരനെ കാണാൻ പോയത്. പുസ്തകം അദ്ദേഹത്തിന് സമർപ്പിച്ച് അഴിമതിയില്ലാത്ത സത്യസന്ധനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ചു മടങ്ങി. ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അദ്ദേഹം മറുപടി മൗനത്തിലൊതുക്കി. മൗനം എന്നാൽ സമ്മതമാണ് എങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി BJPയോടൊപ്പമാണ്. കണ്ണൂരിൽ PP ദിവ്യയോടൊപ്പവും
പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പവും നിൽക്കുന്ന CPM ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. കേരളത്തിൽ CPM-നെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ EP ജയരാജൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മാത്രം അറിവുള്ള കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ തീർച്ചയായും EP ജയരാജൻ തന്നെയായിരിക്കും. CPM-നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് EP ജയരാജനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു.